ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മേടിച്ചിട്ടില്ല. അതൊക്കെ മേടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. എനിക്ക് തന്നെ അതിന് ഇത്രയും ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. ഐ ആം സോ ഹാപ്പി. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നുള്ളത്. ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഗിവ് അവേ നടത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. എൻ്റെ സ്റ്റേഷനറി ഹോളിൽ തന്നെ കാണാത്ത കുറേ ക്യൂട്ട് ഐറ്റംസാണ് ഞാൻ മാളിൽ പോയിട്ട് മേടിച്ചിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് ഇത്രയും ക്ലിപ്സ് ഒന്നും വേണ്ട, അത്രയ്ക്ക് മുടിയൊന്നും എനിക്കില്ല. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സ്കൂളെല്ലാം തുടങ്ങി നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. കൂട്ടുകാരെ ഇപ്പം വേറെ ക്ലാസ്സിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ, ഒന്ന് അറിയാനാണ്. ഞാൻ +1 തന്നെ കുറേ മെമ്മറീസ് എൻ്റെ തലയിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വക വരുത്താതെ ഞാൻ കരയുന്ന പോലെയില്ല. കാരണം അവരെയൊക്കെ ഞാൻ കുറേ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ക്രഷിനെ വരെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇടുമ്പോൾ നമ്മളൊക്കെ അവരെ ഓർക്കും. വെറുതെ ഇരിക്കുമ്പോൾ അവരെയൊക്കെ ഓർക്കും നമ്മൾ. ഐ ഡോണ്ട് തിങ്ക് നിങ്ങളൊക്കെ ഓർക്കുമായിരിക്കും. പക്ഷെ ഞാനൊക്കെ ഓർക്കും, അവരെ മിസ് ചെയ്യും. കുറേ 15 ക്രഞ്ചീസാക്കി മേടിച്ചിട്ടുണ്ട്. മുടിയിലൊക്കെ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മേടിച്ചൊരു കാര്യമാണ് ലിപ് ബാം, ലിപ് ഗ്ലോസർ, പിന്നെ പെർഫ്യൂംസ്. വളരെ റെയറായിട്ടുള്ള പെർഫ്യൂംസാണ് ഞാൻ കുറേ മേടിച്ചിട്ടുള്ളത്. പിന്നെന്താ, ഈ ഒരു സ്വാനിൻ്റെ ഒരു നെക്ലേസ് എനിക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയുകൊണ്ട് മേടിച്ചതാണ്. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗാണ് ഞാൻ ചെയ്തത്. നിങ്ങളിനി ലാസ്റ്റ് വരെ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇതും അതേപോലെയൊക്കെ തന്നെ നല്ല റേറ്റുള്ള സംഭവങ്ങളാണ് ഈ മേടിച്ചതെല്ലാം. ഇപ്പം തന്നെ ഒരു 50,000 ഒക്കെ പോയിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതിന്. ഇതൊന്നും ഞാൻ പൊട്ടിക്കത്തില്ല. ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഗിവ് അവേ ആയിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ. അവർ മൊമെൻറ്റ്, എൻ്റെ പൊന്നടവ് ഇത് ഞാൻ ഒരു പ്രാവശ്യം അടിച്ചേ ഉള്ളൂ. ക്രഷിനെ ഇഷ്ടമുള്ള ആൾക്കാർ ഇത് മസ്റ്റ് ട്രൈ ആണ്. എക്സ്പെൻസീവാണ്. പിന്നെ ബോഡി വാഷ്, വാസ്ലിൻ്റെ തന്നെ വിറ്റാമിൻ B3 ബോഡി ഓയിൽ, കോക്കനട്ട് റേഡിയൻ ബോഡി ഓയിൽ, കൊക്കോ റേഡിയൻ ബോഡി ഓയിൽ, ഇങ്ങനെ 3 തരം ബോഡി വാഷർ. ഞാൻ 4 ബോഡി വാഷ് മേടിച്ചായിരുന്നു. ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു കേട്ടോ. ബോഡിയിലൊക്കെ ഇന്ന് ഇട്ടായിരുന്നു പതപ്പിച്ചെടുത്തപ്പം. ഞാൻ ഇപ്പോൾ വരെ എൻ്റെ കയ്യിൽ ആ മണം ഉണ്ട്. അത്ര എക്സ്പെൻസീവാണ്. പിന്നെ ഡവ് എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. കൊച്ചിലേ മുതലേ വീട്ടിൽ എപ്പോഴും ഡവാണ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. ക്രാഫ്റ്റൊക്കെ ആയിട്ട് ചേച്ചിമാർ വരുന്നതായിരിക്കും. എസ്തെറ്റിക്കിൻ്റെ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്രാഫ്റ്റൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ തന്നെ ഇപ്പോൾ ഫെയറി ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ട് ഷോർട്സിലിട്ടിട്ടുണ്ട്. അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് അത് കാണണേ. പിന്നെ മേടിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാനുള്ള കുറവാണ് മേക്കപ്പ് ബോക്സ്. ഇത് ഈ കളറേ കിട്ടിയുള്ളൂ, ഒരെണ്ണേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തത് കേട്ടോ. യൂട്യൂബിൽ തന്നെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും എക്സ്പെൻസീവ് ഷോപ്പിംഗ് എന്നുള്ളത്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, അവരാരും ഒന്നും ഇട്ടിട്ടില്ല. ഈ ക്രൗൺ ഞാനിട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോയി ഞാനൊരു ക്യൂനായി പോയോ എന്ന്. അത്രയ്ക്കും ക്യൂട്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഈ ക്രൗണിൻ്റെ ഫോട്ടോ എടുത്തത് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഈ ക്രൗണിന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയേ അല്ല, നല്ല വെയിറ്റാണ്. പിന്നെ നമ്മൾ 15-16 ആ റേഞ്ചിൽ റിങ്സ് മേടിച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈ തീമിൽ, ലവ് തീമിൽ, പിന്നെ ക്രൗൺ തീമിൽ മേടിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ വേറെയും റിങ്സ് മേടിച്ചിട്ടുണ്ട്. ബോ തീമിൽ മേടിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം, അതൊക്കെ ലക്കാണ് കിട്ടുന്നവർ. പല കടയിൽ നിന്നാണ് ഞാൻ ഈ റിങ്സൊക്കെ മേടിച്ചത് കേട്ടോ. ഇവിടെ ഫുള്ള് മാളിലൊക്കെ ഉണ്ട് കുറേ. അവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് മേടിച്ചതാണ്. പിന്നെ ഈ ഒരു നെക്ലേസ്, എൻ്റെ പൊന്നടാ ഞാൻ എങ്ങനെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളോട് പറയും. ഞാനിതിട്ടപ്പോൾ ഞാനെങ്ങാണ്ട് വലിയ ആളായിപ്പോയെന്ന് വരെ തോന്നിപ്പോയി. അത്രയ്ക്കും സ്റ്റോണിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്, നല്ല കനമുണ്ട്. ഇത് റപ്പാൻസിൽ ഫ്രോസൻ്റെ അന്ന എൽസേനെ നിങ്ങൾക്കറിയാമല്ലോ. അവർ ഇട്ടുകൊണ്ട് വരുന്ന അങ്ങനെ പേരുള്ളൊരു സംഭവം, ഡിസ്നി അവരുടെയാണ്. നല്ല സ്റ്റോൺ വർക്കും കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിട്ടപ്പോൾ എൻ്റെ കൈ തന്നെ തിളങ്ങുമായിരുന്നു. പിന്നെ ഇത് വേറെ, ഇതും അതേപോലെയൊക്കെ തന്നെ റപ്പാൻസിൻ്റെ
സ്റ്റേഷനറി ഹോളൊക്കെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് ട്രൈ ആണ്. ഇതും റപ്പാൻസലിൻ്റെ മാലയും കമ്മലും പിന്നെ ഒരു ചെയിനും. ഇതൊക്കെ ഇട്ട് നടന്നാൽ നിങ്ങളെല്ലാവരും നോക്കും. എന്തിനാ റിങ്സ് വരെ ഉണ്ട്. ഐ ലവ് ഇറ്റ്. ഇതൊക്കെ ഓരോ കടയിൽ നിന്ന് ഞാൻ തപ്പറക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ്. പിന്നെ ടംബ്ലർ, എനിക്ക് ഈ ക്യാപ്പച്ചീനോ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2 ടംബ്ലർ മേടിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്കും ഒന്നെനിക്കും. അപ്പോൾ അത് കാണിക്കുന്നത് നിങ്ങൾക്കുള്ളതേ ഞാൻ കാണിക്കുന്നുള്ളൂ. ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഹോൾസൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പോകുന്നത്. അപ്പോൾ ഓർക്കുക, 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ ഈ സംഭവം ഗീവ് അവേ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും വരെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുക. അടുത്തത് ബോഡി ലോഷനാണ്. ഐ ലവ് ഇറ്റ്. ആൻഡ് പെർഫ്യൂംസിൻ്റെ ഒക്കെ ഇതായിട്ട് വരും. ഇത് എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവാണ്. ഞങ്ങൾ എങ്ങനെ പറയും, അത്രയ്ക്ക് എക്സ്പെൻസീവാണ്. നല്ലൊരു റൂമിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു ദിവസം മിനിമം ഒരു സ്മെല്ല് കാണും. ഐ ലവ് ഇറ്റ്. 3 ഫ്ലേവേഴ്സാണ്. മറ്റേ ഫ്ലോറലിൻ്റെ ആ ഒരു പൂ നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു മണം ആയിട്ട് വരും. ക്യൂട്ട് സ്റ്റേഷനറി പെൻസ്, അതായത് സ്റ്റേഷനറി കവായിസൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഇത് മേടിക്കാവുന്നതാണ്. ഇത് ഞാനെങ്ങാണ്ട് 20-30 സംഭവങ്ങൾ അങ്ങാണ്ടുണ്ട്. പിന്നെ ലിപ് ബാം, ലിപ് ഗ്ലോസർ, അങ്ങനത്തെ കുറേ ലിബ് എന്തോ ചുണ്ടിലൊക്കെ തേക്കുന്ന സംഭവങ്ങളാണ്. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ വായിച്ച് നോക്കണം ഇതൊക്കെ എന്നാണെന്നുള്ളത്. എന്നാൽ ലിബിലിടുന്ന എന്തോ സംഭവമാണ്. പിന്നെ വരുന്നത് ഒരു പെർഫെക്റ്റ് പെർഫ്യൂം ഫോർ യുവർ മാരേജ്. ഈ 3 പെർഫ്യൂമും ഞാൻ എടുക്കാനുള്ള കാരണം അതിൻ്റെ സ്മെല്ലും 3 അതിൻ്റെ സ്മെല്ലും ആ ഡിസൈൻസും കണ്ടപ്പോൾ എനിക്കങ്ങ് എടുത്തില്ലെങ്കിൽ എന്തോ ഒരു മോശമായി പോയെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് എടുത്തതാണ്. 3 ഡിസൈൻസ് ആയതുകൊണ്ടും 3 ഫ്ലേവേഴ്സ് ആയിട്ടുള്ള സ്മെല്ലായതുകൊണ്ടാണ് എടുത്തത്. ഇത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇത് ഷെല്ലായിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ 5 മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 നിങ്ങൾക്ക് ഓർമ്മയിലേക്കും. ഇത് നിങ്ങൾ ഈ കട സ്റ്റേഷനറി ഹോൾസിൽ ഇതില്ല. ഇത് വലിയ ആൾക്കാർ ഉപയോഗിക്കുന്നതായതുകൊണ്ട് കടയിലേ കാണത്തുള്ളൂ. ഞാൻ മാളിൽ പോയപ്പോൾ മേടിച്ചൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ ഇതും ലിപ് ബാമിൻ്റെ ഒരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ലിപ് ഗ്ലോസറാണ്. ഇതൊക്കെ ഞാൻ മേടിക്കാൻ നേരത്ത് ഞാൻ ഓർത്തുപോയി, ഇനി ഇത് വീട്ടിൽ നിന്ന് കുറേ നേരം ഇരിക്കുമോ, അല്ല ഇതെൻ്റെ വീട്ടിൽ ഇരുന്നാൽ കുറേ നേരം ഇരുന്നാൽ വീട്ടുകാർ വല്ലതും തൂക്കാനായിട്ട് റൂമിൽ വല്ലതും വരുവാണെങ്കിൽ ഇത് കണ്ട് ഞെട്ടിപ്പോവും. പിന്നെ ഇത് ടുലിപ്പിൻ്റെ ബോയാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പ്രിൻസസിൻ്റെ പെർഫ്യൂം ലുക്ക്, ഞാനൊരു പ്രിൻസസ്സായി തന്നെ മാറിപ്പോയി. ഇതെടുത്ത് ഞാൻ പുറത്തോട്ട് ഒന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചി വന്ന് ചോദിക്കുക ഏത് പെർഫ്യൂമാണ് അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കടയിൽ കയറി ഞാനൊരു പെർഫ്യൂം മേടിച്ചു. പെർഫ്യൂം പേരൊന്നും അറിയത്തില്ല, ഞാൻ വേണേൽ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. കുറേ എനിക്കെങ്ങനെ പറഞ്ഞു തരിക. കുറേ സംഭവങ്ങൾ മാളിൽ തന്നെ നടന്നിട്ടുണ്ട്. കാരണം ഞാൻ കുറേ ഈ സ്റ്റേഷനറി ഹോൾസ് മേടിച്ചിട്ട് ആ ഒരു ആളുടെ കൊടുക്കുമ്പോൾ ആൾ തന്നെ ഞെട്ടിപ്പോയി. ആ ഒരു അവസ്ഥ വരെ വന്ന്. പിന്നെ ടുലിപ്പിൻ്റെ ക്ലിപ്പ്, ഇതും ഞാൻ മേടിച്ചതൊന്നും കേരളത്തിലെ കിട്ടാത്ത സംഭവങ്ങളാണ്. അത്രയും സ്റ്റേഷനറി ഹോൾസ് അവിടെ കാണത്തുള്ളൂ. ഈ ക്യൂട്ട് ഐറ്റംസ് നിങ്ങൾ എവിടെ തപ്പിയാലും കാണാനായിട്ട് പോകുന്നില്ല. ബോയുടെ ക്ലിപ്പുണ്ട്, പിന്നെ സ്ട്രോബെറി, പിന്നെ ഉള്ളത് തലയിലിടുന്ന ക്ലിപ്സൊക്കെയാണ്. അത് കുറേ ക്യൂട്ട് സ്റ്റേഷനറി ഹോൾസിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. കുറേ ഉണ്ട് കേട്ടോ. സ്റ്റാറിൻ്റെ വരെ ഉണ്ട്. ഷെല്ലിൻ്റെ വരെ ഉണ്ട്. കുറേ ടൈപ്പിലുള്ള ക്ലിപ്സ്. അത് മസ്റ്റാണ്. മസ്റ്റ് ഹാവ് എന്ന് പറയുന്നുള്ള മസ്റ്റ് ഹാവാണ് ക്ലിപ്സ്. പിന്നെ നെയിൽ പോളിഷ്, ഗീറ്ററിൻ്റെ നെയിൽ പോളിഷ് ചിലതുണ്ട്. സ്റ്റുഡിയോ എന്ന് മേടിച്ചാണ് കേട്ടോ. വളരെ എക്സ്പെൻസീവ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്റ്റുഡിയോ എന്ന് പറയുന്നത്
കുറേ ഗിൽറ്റിന് മേടിച്ചിട്ടുണ്ട്. എന്തിന്? അവിടെയുള്ള എല്ലാ കളേഴ്സും ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓവറായിട്ടുള്ള കളേഴ്സൊന്നും ഞാൻ മേടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ സ്ലേഡ്, ഇത് ക്രോഷേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ കുറേ സ്റ്റേഷനറി ഹോൾസ്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇതെത്തുമ്പോൾ നിങ്ങൾ തന്നെ ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കും. കാരണം ഇത് ഫോണിൽ അത്രയ്ക്കും ക്യൂട്ടല്ല, പക്ഷേ നല്ല ക്യൂട്ടാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ സ്റ്റേഷനറി ഹോൾസും ഒന്നും നിങ്ങളുടെ വീട്ടിലെത്തത്തില്ല. മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഞാൻ എത്തിക്കാനായിട്ട് സഹായിക്കാം. പറ്റുവാണെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഒരു പെന്ന് ഞാൻ മേടിക്കാൻ കാരണം മേളിലുള്ള കുറച്ച് ഡിസൈൻസൊക്കെ ബോയുടെ ഡിസൈൻസ്, ഇൻഡു ഡിസൈൻസ്, പിന്നെ ഒരു സ്റ്റാർ, അങ്ങനത്തെ കുറേ ഡിസൈൻസും അവിടെ ആ പേരൊക്കെ ആരുടെ പേരൊന്നും അല്ല കേട്ടോ, എന്തോ റൈറ്റിങ്സും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ഇത് വലിയവർക്ക് ഇല്ല കേട്ടോ. വേറൊരു പെന്നും കാണിച്ചില്ല, അത് നിങ്ങൾക്ക് തരാം. ഇത് കൊച്ചു പിള്ളേർക്കുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടായിരുന്നു എന്നൊന്നും പറയല്ലേ. കാരണം ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗാണ്. നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമായിപ്പോവും. കാരണം വീട്ടുകാർക്ക് തന്നെ അറിയത്തില്ല ഞാൻ 50,000 ചിലവാക്കി എന്നുള്ളത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോള് പയ്യെ. അപ്പം നിങ്ങൾ വേഗം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് കിട്ടത്തില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഈ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ അവരെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തരുന്നതായിരിക്കും പറഞ്ഞതിൽ. ഇതൊരു ചെറിയുടെ ബാഗും, പിന്നൊരു മണി സ്ലിപ്പർ, പിന്നെ ഇത്